നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. റോഡ് നവീകരണത്തിലെ അനാസ്ഥയ്ക്കെതിരെ ഷൊർണൂരിൽ PWD AEയെ ഉപരോധിച്ച് CPM. കൊച്ചി പാലം മുതൽ കുളപ്പള്ളി വരെയും SMP ജംഗ്ഷൻ, പൊതുവാൾ ജംഗ്ഷൻ, റിംഗ് റോഡിന്റെയും നവീകരണം അനന്തമായി നീളുന്നത് കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളി മൂലമെന്ന് ആക്ഷേപം. സമരം അവസാനിപ്പിച്ചത് 2 ദിവസത്തിനകം താൽക്കാലിക അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്നും മഴ കുറയുന്നതോടെ റോഡ് നവീകരണം പുനരാരംഭിക്കുമെന്നും AE നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ. കണ്ണിമ്പുറം പനമണ്ണ തോട്ടുപാലം തകർച്ച. പ്രത്യക്ഷ സമരം ആരംഭിച്ച് BJP ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി. സമരം നഗരസഭയുടെ അനാസ്ഥയാരോപിച്ച്. പരസ്പരം പുകഴ്ത്തി തൃശൂർ മേയറും സുരേഷ് ഗോപിയും. തൃശൂരിന്റെ വികസനം സംബന്ധിച്ച് വലിയ പ്രതീക്ഷയും വീക്ഷണവുമുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപിയെന്ന് മേയർ MK വർഗീസ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വികസന കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് മേയറെന്ന് സുരേഷ് ഗോപി. പ്രക്ഷോഭപാതയിൽ റേഷൻ വ്യാപാരികൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരത്ത് നടത്തുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യവുമായി 8-9 തീയതികളിൽ റേഷൻ കടകൾ അടച്ചിടുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. സമരം വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്. വാർത്തകൾ വിശദമായി. ഷൊർണൂരിൽ റോഡ് തകർച്ചയ്ക്കെതിരെ PWD AEയെ ഉപരോധിച്ച് CPM. കുളപ്പള്ളി മുതൽ കൊച്ചി പാലം വരെയുള്ള പാതയുടെയും പൊതുവാൾ ജംഗ്ഷൻ മുതൽ SMP വരെയുള്ള റിംഗ് റോഡിന്റെയും തകർച്ച ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. 2 ദിവസത്തിനകം താൽക്കാലിക അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്നും മഴ കുറയുന്നതോടെ നേരത്തെ തുടങ്ങിവെച്ച പ്രവൃത്തി പൂർത്തിയാക്കാൻ നടപടി ഉണ്ടാകുമെന്നും AE ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ഷൊർണൂർ മുതൽ കുളപ്പള്ളി വരെ റോഡിന്റെ സമ്പൂർണ്ണ നവീകരണത്തിന് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഫണ്ട് അനുവദിച്ചിരുന്നതാണ്. BM and BC ലെവൽ വർക്കിനായി 2 പേരാണ് കരാർ ഏറ്റെടുത്തിരുന്നത്. കോവിഡ് കാലത്തെ പ്രതിസന്ധികൾ പിന്നിട്ടിട്ടും പ്രവൃത്തി പൂർത്തിയാക്കാതെ ജനരോഷമിളക്കിവിടാൻ കരാറുകാരും ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ചെന്നാരോപിച്ചാണ് CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചത്. ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ രാവിലെ 11 മണിയോടെ ഷൊർണൂർ PWD ഓഫീസിലെത്തിയ CPM നേതാക്കളും പ്രവർത്തകരും AEയെ ഉപരോധിച്ചു. ഉദ്യോഗസ്ഥർ നീതി പാലിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. 2 ദിവസത്തിനകം പാതയുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുമെന്നും ഓഗസ്റ്റ് അവസാനത്തോടെ കുളപ്പുള്ളി മുതൽ കൊച്ചി പാലം വരെയും പൊതുവാൾ ജംഗ്ഷൻ, SMP റിംഗ് റോഡിന്റെയും BM and BC പ്രവൃത്തി പൂർത്തിയാക്കുമെന്നും AE ഉറപ്പു നൽകിയതോടെയാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. കുളപ്പുള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെ BM വർക്ക് മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. പ്രവൃത്തി അനന്തമായി നീളുന്നത് സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ MLAയെ വരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് PWD ഉദ്യോഗസ്ഥർ മറുപടി നൽകാറുള്ളതെന്നും സർക്കാരിനെതിരെ ജനരോഷം സൃഷ്ടിക്കുക എന്നതായിരുന്നു കരാറുകാരും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഒത്തുകളിയിലൂടെ ലക്ഷ്യമിട്ടതെന്നും സമരത്തിന് നേതൃത്വം നൽകിയ CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് പറഞ്ഞു. പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഷൊർണൂരിലെ CPMന്റെ ശക്തി എന്തെന്ന് കരാറുകാരും ഉദ്യോഗസ്ഥരും അറിയുമെന്നും കൃഷ്ണദാസ് മുന്നറിയിപ്പ് നൽകി. ഇത് കരാറുകാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ സർക്കാർ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് പണി നടത്തുന്ന കാര്യത്തിൽ ഇവരുടെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകണമെന്നാണ് പാർട്ടി എന്നുള്ള എനിക്ക് തീരുമാനിച്ചത്. സർക്കാർ ഒരു ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് പ്രകാരം പ്രവൃത്തി നടത്തിയിട്ടില്ലെങ്കിൽ ഇനി പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിനാവശ്യമായ ഇടപെടലുകൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ട് തന്നെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. സമരത്തിന് CPM ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ്, ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ P സിന്ധു, ഉണ്ണിനന്ദനൻ, KN അനിൽകുമാർ, RG പിള്ള, M നാരായണൻ, SG മുകുന്ദൻ, കൗൺസിലർമാരായ CK സൗമ്യ, P ജിഷ, KS ശോഭന, KM ലത, P പ്രസാദ്, T ലത, P ദിലീപ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. പരസ്പരം പുകഴ്ത്തി മേയറും സുരേഷ് ഗോപിയും.
ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയെന്ന് തൃശൂർ മേയർ MK വർഗീസ്. മേയറുടെ രാഷ്ട്രീയം പൂർണ്ണമായും വേറെയാണെന്നും അതിനെ ബഹുമാനിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തമ്മിൽ കണ്ടപ്പോൾ പരസ്പരം പുകഴ്ത്തിയാണ് മേയറും സുരേഷ് ഗോപിയും സംസാരിച്ചത്. ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണെന്ന് തൃശൂർ മേയർ MK വർഗീസ് പറഞ്ഞു. തൃശൂരിൻ്റെ വികസനം സംബന്ധിച്ച് മനസ്സിൽ വലിയ പ്രതീക്ഷയുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി. വലിയ വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്നും മേയർ പറഞ്ഞു. മേയറുടെ രാഷ്ട്രീയം പൂർണ്ണമായും വേറെയാണെന്നും അതിനെ ബഹുമാനിക്കുന്നുവെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. രാഷ്ട്രീയം മറന്ന് വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് മേയർ. ന്യായമായ വികസനം ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ച മേയറുടെ ബഹുമാനമുണ്ട്. മേയറെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നവർക്ക് ജനം മറുപടി നൽകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആദ്യത്തെ ഒരു യൂണിറ്റ് തുടങ്ങി വെക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട മേയർ അധ്യക്ഷത വഹിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വേറെയാണ്. അതിന് ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എൻ്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തെരഞ്ഞെടുത്ത് അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മേയർ എന്ന നിലയ്ക്ക് എൻ്റെ അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ആരും അതിന് എതിരെ നിൽക്കില്ല. എതിരെ നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ. ശാരീരികമായിട്ടല്ലേ, അത് പാടില്ല, അത് ജനാധിപത്യത്തിൽ നല്ലതല്ല. പക്ഷെ അവരെ നിലയ്ക്ക് നിർത്തണം. അത് നിങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. ഒരു വിരല് നിങ്ങൾ നിശ്ചയിക്കുന്നത് അവരെ പാഠം പഠിപ്പിക്കാൻ കൂടിയായിരിക്കണം എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ന്യൂസ് ബ്യൂറോ, തൃശൂർ. കണ്ണിയമ്പുറം പനമണ്ണ തൂട്ടുപാലം തകർച്ചയിൽ ഒറ്റപ്പാലം നഗരസഭയുടെ അനാസ്ഥ ആരോപിച്ച് BJP. അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ BJP ഏരിയ കമ്മിറ്റി പ്രത്യക്ഷ സമരം ആരംഭിച്ചു. പ്രത്യക്ഷ സമരം BJP ഒറ്റപ്പാലം മണ്ഡലം ജനറൽ സെക്രട്ടറി A. സ്വരൂപ് ഉദ്ഘാടനം ചെയ്തു. നിമിഷം അപകടങ്ങൾ സംഭവിക്കാം. ഓരോ ദിവസവും ഇവിടെ വാഹനങ്ങൾ വന്നിട്ട് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു സമരം ഇവിടെ പ്രഖ്യാപിച്ചത്. ഇത് ഒരു സൂചനാ സമരം മാത്രമാണ്. ഈ സമരം കണ്ടിട്ട് മുനിസിപ്പാലിറ്റി അധികാരികൾ ഇതിനെതിരെ കണ്ണടയ്ക്കുന്ന സമീപനമാണ് തുടരുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ സമരം മുനിസിപ്പാലിറ്റിയിലേക്ക് നീളുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികം. ഏരിയ പ്രസിഡന്റ് സുരേഷ് കോണിക്കൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി C. സുമേഷ്, ഏരിയ ജനറൽ സെക്രട്ടറി CR രാജേഷ്, കൗൺസിലർമാരായ C. സജിത്ത്, P. സഞ്ജുമോൻ, BJP നേതാക്കളായ A. പ്രകാശൻ, K. ബാലകൃഷ്ണൻ, മധു കടലക്കാട്ടിൽ, A. ബാലാമണി, കൃഷ്ണദാസ്, സന്തോഷ്, ബാലസുബ്രഹ്മണ്യൻ, അനിൽകുമാർ, ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുരുത്തായി മാറുന്ന സമീപനം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടും ഇന്നലെ വന്നിട്ടൊരു പ്രഹസന നാടകം നടത്തുകയാണ് ഒറ്റപ്പാലം നഗരസഭയുടെ ചെയർപേഴ്സണും പരിവാരങ്ങളും ചെയ്തിട്ടുള്ളത്. ഇന്നലെ വാർത്ത കണ്ടു. വാർത്തയിൽ പറയുന്നു, ചെയർപേഴ്സൺ ഇവിടെ വന്ന് പറഞ്ഞുത്രേ, ഈ പാലത്തിന് കുലുക്കമൊന്നുമില്ല, ഈ പാലം അപകട ഭീഷണിയിലല്ല, ഈ പാലത്തിന്റെ പ്രശ്നം തീർക്കണമെങ്കിൽ ഇതിന്റെ 2 കൈവരികൾ ഇവിടെ നിന്ന് ശരിയാക്കിയാൽ, അല്ലെങ്കിൽ 2 ബോർഡ് 2 സൈഡിൽ വെച്ചാൽ മതി, ജനങ്ങൾ ശ്രദ്ധിച്ചു പൊക്കോളും, പാലത്തിനൊരു പ്രശ്നമില്ല, പാലത്തിനൊരു കുലുക്കമില്ലാന്ന്. ഒറ്റപ്പാലം നഗരസഭയുടെ ചെയർപേഴ്സൺ ഇത് പരിശോധിക്കാനുള്ള വിദഗ്ധ സമിതിയിലുള്ള ആളൊന്നല്ല. അപകടകരമായ പാലം എത്രയും വേഗം പുതുക്കിപ്പണിയാൻ നടപടി സ്വീകരിക്കണമെന്നും നഗരസഭയുടെ അനാസ്ഥ തുടർന്നാൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും BJP മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അപകട സാധ്യത മുന്നിൽ കണ്ട് സമയോചിത ഇടപെടൽ മൂലം വൈദ്യുതി ദുരന്തത്തിൽ നിന്ന് നാടിന്റെ തന്നെ രക്ഷകനായി മാറിയ പേരൂർ ASB സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഋദ്ദിക്കിന് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആദരം. ആദരിക്കൽ ചടങ്ങ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിൽ തന്നെ ആ പ്രദേശത്തിന്റെ തന്നെ ഒരു അപകടം ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. പക്ഷെ അവരുടെ ചെറിയ മനസ്സുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പം എന്തായാലും ആ ഒരു അപകടം ഒഴിവാക്കി എന്നുള്ളതല്ല, 7 വയസ്സായ ഇത്രയും ചെറിയ ഒരു കുട്ടിയെ അഭിനന്ദനത്തിന്റെ പ്രവാഹമാണ് ഈ 2-3 ദിവസങ്ങളായിട്ട്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പം ആ കുട്ടിയുടെ ഒരു നല്ലൊരു അനുഭവമാണ് ജീവിതത്തിൽ. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി.
പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത റിദ്ദിഖിന് പഞ്ചായത്തിന്റെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് അംഗം എ ഷിഹാബ്, ഷെഫീന നജീബ്, TR ശശി, കുടുംബശ്രീ അക്കൗണ്ടന്റ് ഷീമ തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാനായി ശ്രദ്ധിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ച് KSEB AE പ്രേംകുമാർ ക്ലാസ് എടുത്തു. ആദരവിന് റിദ്ദിഖ് മണ്ണൂർ പഞ്ചായത്തിന് നന്ദി പറഞ്ഞു. റിദ്ദിഖിന്റെ മാതാവ് അഞ്ജലിയും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ റേഷൻ വ്യാപാരികൾ കടകളടച്ച് രാപ്പകൽ സമരം നടത്തും. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒറ്റപ്പാലം താലൂക്കിൽ 8-9 തീയതികളിൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരത്തിൽ പങ്കെടുക്കുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാപ്പകൽ സമരത്തോടനുബന്ധിച്ച് ശനിയാഴ്ച പാലക്കാട് ജില്ലാ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്ന് വിളംബര ജാഥ നടത്തും. ഒറ്റപ്പാലം താലൂക്കിലെ 150 റേഷൻ കടകളും അടച്ചിടും. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിലെ പൊതുവിതരണ മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക, KTPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, കോടതി വിധി നടപ്പാക്കി റേഷൻ വ്യാപാരികൾക്ക് കോവിഡ് കിറ്റ് വിതരണം ചെയ്തതിൻ്റെ 11 മാസത്തെ കമ്മീഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാപ്പകൽ സമരം. നാളെ 6-ാം തീയതി ജില്ല കേന്ദ്രീകരിച്ച് വിളംബര ജാഥയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ പാലക്കാടാണ് വിളംബര ജാഥ നാളെ നടത്തുന്നത്. അപ്പോൾ താലൂക്ക് അടിസ്ഥാനത്തിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പത്രങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു മാനദണ്ഡമാണ് ഇപ്പോൾ നടത്തുന്നത്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് 2018-ലാണ് തീരുമാനിച്ചിട്ടുണ്ടാണ്. അത് ഇത്രയും കൊല്ലമായിട്ടും അതിനൊരു പരിഷ്കാരം വന്നിട്ടില്ല, പരിഷ്കരിക്കണം. അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റേഷൻ വിതരണത്തിലുള്ള റേഷൻ വിഹിതം വെട്ടിക്കുറക്കുന്നതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയും ഉള്ള സമരങ്ങൾ ഡൽഹിയിലായാലും നടത്താറുണ്ട്. അതുപോലെ ഈ സമരത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള സമരങ്ങളുണ്ട്. അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് MH അബ്ദുൽ നസീർ, സെക്രട്ടറി PA സേതുരാജ്, K ജനാർദ്ദനൻ, V മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച ഹോമിയോ ആശുപത്രി നാടിന് സമർപ്പിച്ചു. ആശുപത്രിയുടെ ഉദ്ഘാടനവും ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. MP ചുമതലയേറ്റതിനു ശേഷമുള്ള K രാധാകൃഷ്ണന്റെ ആദ്യ പൊതുപരിപാടി കൂടിയാണിത്. നല്ലപോലെ പഠിച്ച് ഉത്തരവാദിത്വം നിറവേറ്റുന്ന കുട്ടികളായിട്ട് ഒരു കുട്ടികൾ മാറി. പഠിച്ച് മിടുക്കരാകുന്നത് എന്തിനായിരിക്കണം എന്നുള്ള ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഏറ്റവും നല്ല കുട്ടികളായിട്ട് വളർന്നു വരുന്നത് ഏറ്റവും നല്ല മനുഷ്യരായി നമ്മുടെ സമൂഹത്തെ സേവിക്കാൻ കഴിയുന്നവരായിട്ട് മാറണം. നമ്മുടെ നാടിനെ സേവിക്കാൻ കഴിയുന്നവർ, നമ്മുടെ നാടിന് നന്മ ചെയ്യുന്നവരായി മാറാൻ കഴിയും. അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. ചടങ്ങിൽ വെച്ച് SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് K രാധാകൃഷ്ണൻ MP ഉപഹാരം നൽകി അനുമോദിച്ചു. ചെറുതുരുത്തി കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MV സുചിത്ര, PA യൂസഫ്, M ബിന്ദു, KR ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീതു പ്രേം, ചെറുതുരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KA ഷെരീഫുദ്ദീൻ, സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ HM ആൻസിയാമ്മ, പഞ്ചായത്ത് സെക്രട്ടറി NM ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കാനന നടുവിൽ കരിമലയ്ക്കു താഴെ ഒരു ദിവസം താമസിക്കാൻ മോഹമുള്ളവർക്ക് ഇനി ധോണിയിലെത്തിയാൽ മതി. ബ്രിട്ടീഷുകാരുടെ നിർമ്മാണ ചാരുതയിൽ തീർത്ത ധോണിയിലെ കവരക്കുന്ന് ബംഗ്ലാവ് സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. ബ്രിട്ടീഷുകാർ 1925-ൽ നിർമ്മാണം പൂർത്തീകരിച്ച ബംഗ്ലാവ് ഇപ്പോൾ വനം വകുപ്പിൻ്റെ ഈസ്റ്റേൺ സർക്കിളിന് കീഴിലാണ്. പാലക്കാട് വനം ഡിവിഷനിലെ ഒലവക്കോട് റേഞ്ച് ധോണി സെക്ഷനിൽ കാടിനടുത്തുള്ള കവറക്കുന്ന് ബംഗ്ലാവ് എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായാണ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുത്തത്. ധോണി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി ജനുവരിയിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ച് ബംഗ്ലാവ് നവീകരിച്ചിരുന്നു. 2 മുറികൾ, ഡൈനിങ് ഹാൾ, സ്വീകരണമുറി, അടുക്കള, ശുചിമുറി സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. സോളാർ വൈദ്യുതിയാണ്. വന്യമൃഗങ്ങളിൽ നിന്ന് സുരക്ഷയ്ക്കായി വൈദ്യുതി വേലിയുമുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യൻ ശൈലിയിലുള്ള കെട്ടിടമാണിത്. തേക്കിൻ തടിയിൽ കൊത്തുപണി ചെയ്ത വലിയ വാതിലുകൾ, ജനലുകൾ എന്നിവ ആകർഷകമാണ്. ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി ധോണി മുതൽ കവറക്കുന്ന് വരെയുള്ള ട്രെക്കിംഗ്, ധോണി വെള്ളച്ചാട്ടം,
പാണ്ടൻകല്ലിലേക്കുള്ള ട്രെക്കിംഗ്, പക്ഷി നിരീക്ഷണം എന്നിവ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷണം ഉൾപ്പെടെ കവറക്കുന്ന് ബംഗ്ലാവിൽ ഒരു ദിവസത്തെ താമസത്തിന് 2 പേർക്ക് 7000 രൂപയാണ് ചിലവ് വരിക. 2 മുറികളുണ്ട്. അഡീഷണൽ ബെഡിന് 2000 രൂപ നൽകണം. പുതുപ്പരിയാരം പഞ്ചായത്തിലെ മുല്ലക്കര ആദിവാസി വനസംരക്ഷണ സമിതിക്കാണ് മേൽനോട്ട ചുമതല. സന്ദർശകർ തലേദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് ഈ പേയ്മെൻറ്റ് നടത്തി താമസത്തിനെത്തണം. ഒപ്പം വനം വകുപ്പിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുമെന്ന സാക്ഷ്യപത്രം ധോണി എക്കോ ടൂറിസം സെൻ്ററിൽ നൽകിയാലേ കവറക്കുന്ന് ബംഗ്ലാവിലേക്ക് പ്രവേശനമുള്ളൂ. പാലക്കാട് ടൗണിൽ നിന്നും മലമ്പുഴ ഡാമിൽ നിന്നും 15 കിലോമീറ്റർ മാത്രം അകലെയുള്ള ധോണിയിലേക്ക് കവറക്കുന്ന് ബംഗ്ലാവ് കൂടി തുറക്കുന്നതോടെ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളശ്ശേരി ഹൈസ്കൂളിൽ ബഷീർ ദിനത്തിൽ വായനാമുറിയുടെ ഉദ്ഘാടനം നടന്നു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഫിബിൻ റഹ്മാൻ വായനാമുറി ഉദ്ഘാടനം ചെയ്തു. കേരളശ്ശേരി ഹൈസ്കൂളിലെ അറബിക് ക്ലബ്, വിദ്യാരംഗം കലാസാഹിത്യവേദി, സംസ്കൃതം ക്ലബ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, വിമുക്തി ക്ലബ്, ജാഗ്രത ബ്രിഗേഡ് എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് ബഷീർ ദിനത്തിൽ വായനാമുറി ഉദ്ഘാടനം ചെയ്തത്. നമ്മളൊക്കെ അറിയുന്നു, പക്ഷെ വായന എന്നുള്ളത് നമ്മളെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുകയും അത് ആ വായന കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വൈക്കം മുഹമ്മദ് ബഷീറെ പോലെയുള്ള ഒരുപാട് കഥകൾ എഴുതിയിട്ടില്ല. ഒന്നും എത്ര 2, പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ എത്ര ഇമ്മീണ് വലിയ 1. അപ്പോൾ എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്ന, നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്താ പറയുക, ഒരു വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ചേർന്ന് നിന്ന് പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. നമ്മുടെ അറിവുകൾ വർദ്ധിക്കേണ്ടതുണ്ട്. പരിപാടിയിൽ പ്രധാന അധ്യാപിക P. രാധിക അധ്യക്ഷയായി. വാർഡ് മെമ്പർ P. രാജീവ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ബഷീർ വായനാക്കുറിപ്പുകളുടെ സമാഹാരം പ്രകാശനം ചെയ്തു. ബഷീറിൻ്റെ പ്രശസ്തമായ പാത്തുമ്മയുടെ ആടെന്ന നോവലിലെ ഹൃദയസ്പർശിയായ ഒരു രംഗത്തിൻ്റെ ദൃശ്യാവിഷ്കാരം ശ്രീ ഫാത്തിമ ഫിസ M. അഭിനയ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. അധ്യാപകരായ KK തുളസീദേവി, K. കൃഷ്ണൻകുട്ടി, VM നൌഷാദ്, R. കവിത, AT ഹരിപ്രസാദ്, K. സജിൻ, വിദ്യാർത്ഥികളായ KR അനുശ്രീ, R. ലാൽകൃഷ്ണ, സഞ്ജയ് സന്തോഷ്, ശ്രാവൺ ശബരീഷ്, മുഹമ്മദ് മുസാഫിർ, ശ്രീഹരി കേരളശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപാല. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ ബഷീർ ദിനം ആചരിച്ചു. ശശി നഗരിപ്പുറം ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വെള്ളിയാഴ്ച രാവിലെയാണ് KVR സ്കൂളിൽ ബഷീർ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ശശി നഗരിപ്പുറം വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ച് സംസാരിച്ചു. 1994 ജൂലൈ 5 മഹാനായ എഴുത്തുകാരൻ നമ്മളോട് വിട പറഞ്ഞത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ പത്രങ്ങളൊക്കെ ബഷീറും കുട്ടികളൊക്കെ ആയിട്ട് കാണുമ്പോൾ എന്തോ ഇത് കുട്ടികളുടെ എഴുത്തുകാരനാണ് എന്നൊരു സംശയം നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്, ഇല്ല? കുട്ടികളുടെ ഒരു എഴുത്തുകാരനായിരുന്നു ബഷീർ. എന്നാൽ അങ്ങനെയല്ല, കുട്ടികളുടെ എഴുത്തുകാരനല്ല, മുതിർന്ന ആളുകളുടെ എഴുത്തുകാരനായിരുന്നു ബഷീർ. പ്രധാനാധ്യാപിക KR ഷീന അധ്യക്ഷത വഹിച്ചു. ബഷീർ പുസ്തക പ്രദർശനവും ചിത്രപ്രദർശനവും ഉണ്ടായി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ബഷീർ കടന്നു വരുന്നു. ആടിന്റെ ചെവിയിൽ നിന്ന് പിടിച്ചിട്ട് അബിയെ വേർപെടുത്തുന്ന ബഷീർ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുടകൾ സമ്മാനിച്ച് വിവിധ സംഘടനകൾ. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കുമാണ് വിവിധ സംഘടനാ പ്രതിനിധികൾ കുടകൾ സമ്മാനിച്ചത്. JCJ കുളപ്പള്ളിയും മിലാനോ സ്പോർട്സ് ഷൊർണൂരും സംയുക്തമായാണ് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാർക്കും കുടകൾ സമ്മാനിച്ചത്. സർക്കിൾ ഇൻസ്പെക്ടർ ബോബി വർഗീസ്, സബ് ഇൻസ്പെക്ടർ ആനന്ദ് എന്നിവർക്ക് മിലാനോ സ്പോർട്സ് ഓണർ റബിയത്ത് കുടകൾ കൈമാറി. JCI പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ്,
ഇജാസ് മുഹമ്മദ്, നജ്മ ഷംസ്, ഡോക്ടർ ഇബ്രാഹിം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. റോഡ് നവീകരണത്തിലെ അനാസ്ഥയ്ക്കെതിരെ ഷൊർണൂരിൽ PWD AEയെ ഉപരോധിച്ച് CPM. കൊച്ചി പാലം മുതൽ കുളപ്പള്ളി വരെയും SMP ജംഗ്ഷൻ, പൊതുവാൾ ജംഗ്ഷൻ, റിംഗ് റോഡിന്റെയും നവീകരണം അനന്തമായി നീളുന്നത് കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളി മൂലമെന്ന് ആക്ഷേപം. സമരം അവസാനിപ്പിച്ചത് 2 ദിവസത്തിനകം താൽക്കാലിക അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്നും മഴ കുറയുന്നതോടെ റോഡ് നവീകരണം പുനരാരംഭിക്കുമെന്നും AE നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ. കണ്ണിമ്പുറം പനമണ്ണ തോട്ടുപാലം തകർച്ച. പ്രത്യക്ഷ സമരം ആരംഭിച്ച് BJP ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി. സമരം നഗരസഭയുടെ അനാസ്ഥയാരോപിച്ച്. പരസ്പരം പുകഴ്ത്തി തൃശൂർ മേയറും സുരേഷ് ഗോപിയും. തൃശൂരിന്റെ വികസനം സംബന്ധിച്ച് വലിയ പ്രതീക്ഷയും വീക്ഷണവുമുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപിയെന്ന് മേയർ MK വർഗീസ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വികസന കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് മേയറെന്ന് സുരേഷ് ഗോപി. പ്രക്ഷോഭപാതയിൽ റേഷൻ വ്യാപാരികൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരത്ത് നടത്തുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യവുമായി 8-9 തീയതികളിൽ റേഷൻ കടകൾ അടച്ചിടുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. സമരം വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.